ദക്ഷിണാഫ്രിക്കയിൽ വെള്ളക്കാരുടെ കൂട്ടക്കുരുതി നടന്നു എന്ന് ഗ്രോക്ക് AI പറഞ്ഞത് മാസങ്ങൾക്ക് മുൻപാണ്. ഇതുവരെയുള്ള ചരിത്രത്തിൽ എങ്ങും കാണാതിരുന്നതായിരുന്നു അങ്ങനെ ഒരു വിവരം. ആ വിവരം കൈമാറിയതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തതാണ്. ഗൂഗിളിന്റെ ജമിനി ചരിത്ര ചിത്രങ്ങൾ എന്ന പേരിൽ നൽകിയത് മുഴുവൻ തെറ്റായ വിവരങ്ങളാണെന്ന് പിന്നീട് വ്യക്തമായി. പക്ഷെ അപ്പോഴേക്കും ആ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ആധികാരികമെന്ന് കരുതി നിരവധി പേർ പങ്കുവച്ചു കഴിഞ്ഞിരുന്നു. അവർക്കൊന്നും ആ തെറ്റ് മനസ്സിലായതുമില്ല. AI-കളൊന്നും ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് വിശകലനം നടത്തുന്നവയല്ല. അവയ്ക്ക് നൽകിയ ഫീഡുകളിൽ നിന്നും ഔട്ട്പുട്ട് ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങോട്ട് നൽകുന്നത് എന്തോ അതാണ് പുതിയ രൂപത്തിൽ പുറത്തു വരുന്നത്. AI-കൾ ഓരോ തവണ ഒരേ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴും ഭാഷയും ശൈലിയും മാറും. ഒരേ വിവരം തന്നെ പലർക്ക് പല രൂപത്തിൽ അതിനാൽ ലഭ്യമാകും. അടിസ്ഥാനപരമായി അത് പ്രവർത്തിപ്പിക്കുന്നത് ലഭ്യമായ ഡേറ്റ ഉപയോഗിച്ചാണ്. ചാറ്റ് ബോട്ടുകൾക്ക് പ്രീ ട്രെയിനിങ് സെഷനിൽ മുതൽ നൽകുന്ന വിവര ശേഖരണ മാർഗങ്ങൾ അഥവാ പാത്തുകളുണ്ട്. അവ വഴിതെറ്റിച്ചു വിട്ടാൽ തന്നെ AI-കൾ ഔട്ട്പുട്ട് മാറി മറിയും. എത്രമാത്രം അപകടകരമാണ് AI-യെ ആശ്രയിച്ചുള്ള പഠനവും ഗവേഷണവും എന്നുകൂടി പഠിപ്പിക്കുകയാണ് ഹിറ്റ്ലർ വിവാദം.